ശബരിമലയിൽ ഭക്തജന തിരക്ക്. ഇന്നലെ 72,000-ഓളം തീർത്ഥാടകർ ദർശനം നടത്തി. ഈ വർഷം ഇതുവരെ ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 6 ലക്ഷം കടന്നു. ശബരിമലയിൽ നിന്നും ഗോകുൽ രമേശിന്റെ വിശദാംശങ്ങളുമായി. ഗോകുൽ, ഇന്നും വലിയ ഭക്തജന തിരക്കാണോ? എങ്ങനെയാണ് ചടങ്ങുകൾ? അതിനാ ഇന്നും നല്ല തിരക്ക് തന്നെ രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 70,000-ന് മുകളിൽ തീർത്ഥാടകർ പ്രതിദിനം ശബരിമലയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം നട തുറന്ന 9 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഏകദേശം 6,12,000-ലധികം തീർത്ഥാടകരാണ് ഈ ദിവസങ്ങളിൽ ആദ്യ ദിവസങ്ങളിൽ ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ വർധനവാണ് നിലവിൽ ഈ വർഷം ആദ്യ ദിവസങ്ങളിൽ സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 1 ലക്ഷത്തിലേറെ തീർത്ഥാടകർ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വർധനവ് വന്നിട്ടുള്ളതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ മാത്രം ദർശനം നടത്തിയത് 73,977 തീർത്ഥാടകരാണ്. അതിന് തൊട്ടു മുമ്പുള്ള ദിവസമാണ് ഏറ്റവും അധികം തീർത്ഥാടകർ ഈ സീസണിൽ ദർശനം നടത്തിയത്. 87,216 തീർത്ഥാടകരാണ് മിനിഞ്ഞാന്ന് ശബരിമലയിൽ ദർശനം നടത്തുകയുണ്ടായത്. നിലവിൽ 70,000-ആണ് വിർച്വൽ ക്യൂ ബുക്കിംഗ്. അതോടൊപ്പം തന്നെ 10,000-ലധികം തീർത്ഥാടകർ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ സ്പോട്ട് ബുക്കിങ്ങിന് ഒരു പരിധി നിലവിൽ 10,000-ആയിട്ട് ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. വിർച്വൽ ക്യൂ ബുക്കിംഗ് 70,000-വും സ്പോട്ട് ബുക്കിംഗ് ആയിട്ട് ഒരു 10,000 പേരെയും കൂടെ, അങ്ങനെ ആകെ ഒരു 80,000 പേരെ പ്രതിദിനം ശബരിമലയിൽ എത്തിക്കാം എന്നുള്ളൊരു കണക്കുകൂട്ടലിലായിരുന്നു ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് അളവ് 10,000-ലധികമായിട്ട് വർദ്ധിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് ദേവസ്വം ബോർഡ് കണക്ക് കൂട്ടിയതിലും അപ്പുറത്തേക്ക് സംഖ്യ പൊക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെ സന്നിധാനത്ത് നിന്നും ശബരിമലയിൽ നിന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം നിലവിൽ ഇന്നും സമാനമായി തന്നെ രാവിലെ ആദ്യ മണിക്കൂറുകളിൽ നട തുറന്ന് ഏകദേശം 3.5 മണിക്കൂർ പിന്നിടുകയാണ്. ഇപ്പോഴും നല്ല തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. നിലവിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ദർശനത്തിന് എത്തുന്ന ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ ക്യൂ ആണ്. ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള ക്യൂ ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ രാവിലെ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ധാരാളമായിട്ട് ഇതര സംസ്ഥാനത്ത് നിന്നുള്ള തീർത്ഥാടകരും സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മലയാളി തീർത്ഥാടകരും ഇതോടൊപ്പം തന്നെ എത്തുകയും ചെയ്യുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിലും സമാനമായി തന്നെ തിരക്ക് വർദ്ധിക്കാനാണ് സാഹചര്യമുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ ഇന്നും ശരാശരി നല്ല സംഖ്യയിൽ തന്നെ തീർത്ഥാടനം നടക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സ്വാമി ശരണം. എവിടുന്ന് വരുന്നത്? തൃശ്ശൂരിൽ നിന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു മലകയറ്റം? കുഴപ്പമില്ല, വലിയ തിരക്കില്ലാണ്ട് പോകുന്നു. ഭഗവാന്റെ കടാക്ഷം. ക്യൂ നിൽക്കേണ്ടി വന്നോ എവിടെയെങ്കിലും? ഇല്ല, അത്ര കാര്യമായിട്ട് നിൽക്കേണ്ടി വന്നിട്ടില്ല. മാളയപ്പുറത്തിന്റെ പേരെന്താ? വേദ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്. എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണ് അയ്യപ്പനെ കാണാൻ വരുന്നത്? അയ്യപ്പനെ കാണാൻ പോകല്ലേ? ത്രില്ലുണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ട്? ഇന്നലെ കണ്ടു വന്നു. ശരി ശരി. അമ്മ സുഖമായി വന്നു. അമ്മ ഇതിനു മുമ്പ് ശബരിമല ദർശനം മലകയറ്റമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിട്ട് കയറി. ശരി ശരി. சாமி சரணம். தித்தினி சாமி, நல்லா சாமி. 4 வருஷம் வந்தாங்க, நல்லா சாமி. தமிழ்நாட்டுல இருந்து வரோம். தமிழ்நாடு. மலையாட்டோக்கு எப்படி இருந்து? பரவாயில்ல. ஆக்டிவா இருந்தது, உடம்பு ஆக்டிவா இருக்குது. மூலிகை காத்துலாம் வந்து நல்லா ஆக்டிவா இருக்குது சாமி. உடம்பு 5 வருஷமா வரோம், நல்லா திருப்தியா இருக்குது. தரிசனம் நல்லா அருமையா காட்டுறாங்க. போலீஸார் கூட அனுசரிச்சு போறாங்க, நல்லா இருக்கு. சரி. തീർത്ഥാടകരെല്ലാം പറയുന്നത് തന്നെയാണ്. അതിന് നിലവിൽ മലകയറ്റമൊന്നും അല്ലെങ്കിൽ ആയാസമില്ലാതെ തന്നെ ആയാസരഹിതമായി തന്നെ മലകയറ്റം നടന്നു. ദർശനത്തിനായിട്ട് അവർ നിൽക്കുകയാണ്. ചില ആളുകൾ മുമ്പ് ഇന്നലെ ദർശനം നടത്തി ഒരിക്കൽ കൂടി ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളും ഈ വരിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ ഭാഗത്തു നിന്നും പോലീസിൻ്റെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും ഒക്കെ തന്നെ ഭാഗത്തു നിന്നും വലിയ സഹകരണം ഈ തീർത്ഥാടകർക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പമ്പ മുതൽ തന്നെ യാതൊരു വരിയും നിൽക്കാതെ തന്നെ മലമുകളിൽ എത്താനായിട്ട് സാധിക്കുന്നുണ്ട് തീർത്ഥാടകർക്ക്. ആകപ്പാടെ ഈ ഫ്ലൈ ഓവറിൽ മാത്രമാണ് അല്പസമയം വരി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത്തരത്തിൽ തിരക്കുണ്ടെങ്കിൽ കൂടിയിട്ടും തീർത്ഥാടകരെ പിടിച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മണിക്കൂറുകൾ പലയിടങ്ങളിലായിട്ട് ക്യൂ കോംപ്ലക്സുകളിലൊക്കെ ഈ തീർത്ഥാടകരെ തടഞ്ഞിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കുറി അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ആദ്യത്തെ 9 ദിവസങ്ങൾ പിന്നിടുമ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ സന്നിധാനത്ത് ഇപ്പോൾ നെയ്യഭിഷേക ചടങ്ങുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ 3 മണിക്ക് നട തുറന്ന് 3:30 മണി മുതൽ 7:30 മണി വരെ നെയ്യഭിഷേക ചടങ്ങുകൾ നടക്കും. നെയ്യഭിഷേകം ചെയ്യാനായിട്ടും രാവിലെ മുതൽ തന്നെ ധാരാളം തീർത്ഥാടകർ നെയ്യഭിഷേകം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് പ്രത്യേക വരി അപ്പുറത്ത് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശ്രീകോവിലിൻ്റെ ഇടതുഭാഗത്തായിട്ട് പ്രത്യേക ക്യൂ നെയ്യഭിഷേകത്തിനായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയും രാവിലെ തന്നെ വലിയ ക്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം നെയ്യഭിഷേക ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ രാവിലെ ഉഷപൂജ ചടങ്ങുകളുണ്ട്. 7:30 മണിയോടുകൂടി ഉഷപൂജ ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം
അതിനുശേഷം 8 മണിക്ക് വീണ്ടും നെയ്യഭിഷേകം ആരംഭിക്കുകയാണ്. 8 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് നെയ്യഭിഷേകം വീണ്ടും നടക്കും. ശേഷം ഉച്ചപൂജ, കളഭാഭിഷേകം ചടങ്ങുകൾ കൂടിയുണ്ട്. അതിനുശേഷം 1 മണിയോട് കൂടിയിട്ടാണ് നട അടയ്ക്കുന്നത്. ശേഷം വൈകിട്ട് 3 മണിക്ക് നട തുറക്കും. 6:30-ക്ക് ദീപാരാധന, 11 മണിക്ക് ഹരിവരാസനത്തോടു കൂടി നട അടയ്ക്കുകയാണ്. ഒപ്പം ഈ ദർശന സമയം വർദ്ധിപ്പിച്ചത് നേരത്തെ 4 മണിക്കായിരുന്നു നട തുറന്നുകൊണ്ടിരുന്നത്. ഈ സീസണിൽ അത് 3 മണിക്ക് നട തുറക്കുന്ന രീതിയിലേക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ദർശന സമയം രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ വീതം അധികം ലഭിച്ചതുകൂടി തീർത്ഥാടകരുടെ തിരക്കിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സഹായകമായിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ദേവസ്വം ബോർഡിനുണ്ട്. കഴിഞ്ഞ ദിവസം തന്ത്രി അടക്കം ആ ഒരു രീതിയിൽ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ദർശന സമയം കൂട്ടിയതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല, അത് തീർത്ഥാടനത്തെ കൂടുതൽ സഹായിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് ദേവസ്വം അധികൃതരും തന്ത്രിയും അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്ക്, പരമാവധി തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ സാധിക്കുന്നുണ്ട്. എത്ര കൂടുതൽ തീർത്ഥാടകർ എത്തിയാൽ പോലും അവർക്ക് യാതൊരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കാതെ തന്നെ ദർശനം നടത്തി മടങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, ഈ ദർശനം പൂർത്തിയാക്കുന്ന തീർത്ഥാടകരെ കൃത്യമായിട്ട് മല ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. അതായത് ഒരുപാട് സമയം അവരെ ഇവിടെ സന്നിധാനത്ത് തങ്ങാൻ അനുവദിക്കാതെ അവരെ നെയ്യഭിഷേകം അടക്കമുള്ള ചടങ്ങുകൾ നടത്തിയതിന് ശേഷം മല ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ക്രമീകരണം കൂടി കൃത്യമായിട്ട് പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സന്നിധാനം ഒരു വലിയ തിരക്കിലേക്ക് അമരാതിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഇത്തരം ചില നടപടികൾ, അതോടൊപ്പം തന്നെ 18-ാം പടി കയറ്റിവിടുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിച്ചത്, ഒരു മിനിറ്റിൽ ഏകദേശം 60-നും 70-നും ഇടയ്ക്ക് തീർത്ഥാടകരെയാണ് ഇപ്പോൾ 18-ാം പടി ചവിട്ടിപ്പിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ തിരക്കിലേക്ക് വരികയാണെങ്കിൽ അത് 80-83 സംഖ്യയിലേക്ക്, ഒരു മിനിറ്റിൽ 18-ാം പടി ചവിട്ടിപ്പിക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം 80 മുതൽ 83 വരെയാക്കി ഉയർത്താനും പോലീസിന് സാധിക്കുന്നുണ്ട്. അതും തിരക്കില്ലാതാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം കൃത്യമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി സമയത്തിൽ കുറവ് വരുത്തിയതും അവർക്ക് അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് കൂടി സഹായകമായിട്ടുണ്ട്. അങ്ങനെ വിവിധ നടപടികളിലൂടെയാണ് സന്നിധാനത്ത് തീർത്ഥാടനം വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നത്. പരാതിരഹിതമായിട്ടാണ് സന്നിധാനത്ത് തീർത്ഥാടനം ഇക്കുറി എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ 4 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 12 വിളക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് 12 വിളക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡ് അധികൃതരുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിനുശേഷം ആ കാര്യത്തിൽ കൂടുതൽ എന്തെല്ലാം തീരുമാനങ്ങളാണ് കൈക്കൊള്ളുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ ഒരു ബാഹുല്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള കൂടുതൽ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും കൂടി ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആദ്യ ഷിഫ്റ്റ്, അല്ലെങ്കിൽ ഇത്രയും തുടക്കം മുതലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് മാറുകയാണ്. ഇന്ന് മുതൽ പുതിയ പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ശബരിമലയിലുണ്ട്. അത്തരത്തിൽ പലഘട്ട നടപടികളിലൂടെ സന്നിധാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എങ്കിൽ കൂടിയിട്ടും തീർത്ഥാടനം യാതൊരു പ്രശ്നങ്ങളുമില്ല, പരിഭവങ്ങളും പരാതികളും ഇല്ലാതെ തന്നെ വളരെ ഭംഗിയായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആതിര. ശരി, ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത് സന്നിധാനത്ത് നിന്ന്.